ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് വൃക്ഷത്തൈകൾ നടുവാനും അതിനു വേണ്ടുന്ന പ്രചാരം നൽകുവാനുമാണ് സർക്കാരും സന്നദ്ധ സംഘടനകളും പരിസ്ഥിതി സംഘടനകളൊക്കെ ശ്രമിക്കാറ് പതിവ്. അതേസമയം കടലിൻ്റെയും തീരത്തിൻ്റെയും സംരക്ഷണത്തെക്കുറിച്ചോ കടലിൻ്റെ ആവാസവ്യവസ്ഥ നിലനിർത്തുന്നതിനെക്കുറിച്ചോ കടലിൽ ഇന്ന് അവശേഷിക്കുന്ന പവിഴപ്പുറ്റുകൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചോ വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല എന്നതാണ് വസ്തുതാപരമായൊരു കാര്യം. കടൽ സമ്പത്ത് സംരക്ഷിച്ചെങ്കിൽ മാത്രമേ മീൻപിടുത്ത സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയൂ എന്നതാണ് വസ്തുതാപരമായൊരു കാര്യം. തീരത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് പശ്ചിമഘട്ട മലനിരകളിൽ അവശേഷിക്കുന്ന കുന്നുകൾ പോലും ഇടിച്ചു നിരത്തി ആ പാറകളെല്ലാം കടലോരത്ത് വിതറി വൻ കൊള്ള നടത്തുന്നൊരു മാഫിയ തന്നെ ഇവിടെ നിലനിൽപ്പുണ്ട്. അവയൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ മേഖലയുടെ ഓരോ ഇടപെടലുകളും അതിസൂക്ഷ്മമായി തന്നെ പരിശോധിച്ചതിന് ശേഷമേ നടപ്പിലാക്കാവൂ എന്ന് ഞങ്ങൾ പറയുന്നത്. ജൂൺ 8 ലോക സമുദ്ര ദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ സമുദ്ര ദിനത്തിൽ കടലിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരമായി മാറിയിരിക്കുകയാണ് കടലിൽ. ആ കടലിൽ മീൻപിടുത്തക്കാർക്ക് വലയിടുമ്പോൾ മത്സ്യത്തിന് പകരം ലഭിക്കുന്നത് പ്ലാസ്റ്റിക് കൂട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ കടൽ സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ഏറ്റവും നല്ല പ്രോട്ടീൻ ആഹാരമായ മത്സ്യം എല്ലാവർക്കും എല്ലാ സമയം ലഭിക്കണമെങ്കിൽ കടലിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് മത്സ്യസമ്പത്തിനെ സംരക്ഷിച്ചുകൊണ്ട് അനുയോജ്യമായ ഇടപെടലുകൾ നടത്തേണ്ട സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മേഖലയിലെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഈ ലോക സമുദ്ര ദിനമായ ജൂൺ 8-ന് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറത്തിൻ്റെ അംഗസംഘടനയായ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഒരു വെബിനാർ നടത്തുന്നത്. ആ വെബിനാറിൽ ഈ മേഖലയിൽ വിദഗ്ധർ പങ്കെടുക്കുന്നുണ്ട്. ഈ വിദഗ്ധരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നടത്തി പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം മത്സ്യമേഖലയിലേക്ക് തിരിയണമെന്നും മത്സ്യമേഖല നിലനിർത്തുവാനുള്ള സംരംഭങ്ങളിൽ പൊതുജനങ്ങളുടെ സഹകരണം കൂടി ഉണ്ടാകണമെന്നും ഇത്തരുണത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ലോകത്തെ മറ്റെല്ലാ ഇടങ്ങളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫുഡ് പാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സകല പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സമുദ്രത്തിലാണ് എത്തിച്ചേരുന്നത്. ഇതുമൂലം മത്സ്യസമ്പത്തിന് മാത്രമല്ല ലോക ജനതയ്ക്ക് തന്നെ ഒരു ദുരന്ത ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചെറുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന് കൊറോണ നമ്മളെ പഠിപ്പിക്കുന്നത്. കടലിനെ സംബന്ധിച്ച് പറയുവാനാണെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം മാത്രമല്ല, നിരവധി ജനങ്ങൾ ഈ ആവാസ വ്യവസ്ഥയെ ആശ്രയിച്ചാണ് ജീവിച്ചു പോരുന്നത്. ലോകത്താകമാനം 300 കോടി ജനങ്ങളെ കടലിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആ ജനതയുടെ അപ്പുറം ഭൂമിയുടെ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുന്നത് ഈ കടലിനെ ആശ്രയിച്ചാണ്. അതാണ് ഇവിടെ നിലനിർത്തേണ്ടത്. അതിനുവേണ്ടിയാണ് ഇവിടെ ശബ്ദങ്ങൾ ഉയരേണ്ടത്. ലോകത്തൊരു ഭരണകൂടവും കടലിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുവാനുള്ള ഒരു പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നില്ല എന്ന ഒരു ദുരന്ത കാഴ്ചയാണ് ലോകമാകമാനം സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനെതിരെ പ്രതികരിക്കേണ്ട, അതിനെതിരെ ഒത്തുചേരേണ്ട, അതിനെതിരെ ശബ്ദിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ജൂൺ 8-ലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, കടലിന്റെ ആവാസ വ്യവസ്ഥയെ ഒരു ജൈവ ആവാസ വ്യവസ്ഥയിലൂടെ സംരക്ഷിച്ചാൽ മാത്രമേ ജീവന്റെ തുടിപ്പ് നിലനിർത്തുവാനും ആ തീരദേശത്ത് താമസിക്കുന്ന ആ മനുഷ്യ സമൂഹത്തെ ഇവിടെ സംരക്ഷിക്കുവാനും പറ്റൂ. ഇപ്പോൾ പലപ്പോഴും മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ പേരിൽ തന്നെയാണ് പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് കടലിനെയും തീരത്തെയും ഭരണകൂടങ്ങൾ ഒരു ദുരന്തഭൂമിയാക്കി മാറ്റുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കടലാക്രമണം. ശരിയാണ്, കടലാക്രമണം മൂലം ദുരന്തം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ സംരക്ഷിച്ചേ പറ്റൂ. പക്ഷെ അവനെ സംരക്ഷിക്കുന്നത് മറ്റൊരു ദുരന്തം വിതച്ചാകരുത് എന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുന്നത്.
കടൽ ഭിത്തി മാത്രമല്ല കടലാക്രമണത്തിൽ ശാശ്വത പരിഹാരം. ഇവിടെ ജൈവ ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കണം. അവനെ ആ ഭൂമിയിൽ തന്നെ ഇവിടെ സംരക്ഷിപ്പിക്കണം. അവനെ ജീവിക്കാൻ അനുവദിക്കണം. ഇവിടെ സർക്കാരുകൾ ആസൂത്രണം ചെയ്ത പദ്ധതികള് അവനെ തീരഭൂമിയിൽ നിന്ന് പറിച്ചു മാറ്റിക്കൊണ്ട് പുത്തൻ വ്യവസായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വീണ്ടും കടലിനെയും കരയെയും കാർന്നു തിന്നുവാനുള്ള പദ്ധതികളുമായിട്ടാണ് ഭരണകൂടങ്ങൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശബ്ദിക്കുവാൻ, ഇതിനെതിരെ പ്രതികരിക്കുവാൻ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, പരിസ്ഥിതി പ്രവർത്തകർ മാത്രമല്ല, ഇവിടുത്തെ ലോകത്തിന്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന, ജീവന്റെ തുടിപ്പ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനസമൂഹങ്ങളും ഈ കടലിനെയും കടൽ സമ്പത്തിനെയും സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ അണിനിരക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. തീർച്ചയായിട്ടും ലോകത്തെ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം കടലിനെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവരുയർത്തുന്ന ആ മുദ്രാവാക്യം മുഴുവൻ ജനങ്ങളും ഏറ്റുപിടിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കടൽ സമ്പത്ത് സംരക്ഷിക്കപ്പെടുമ്പോൾ ജീവന്റെ തുടിപ്പാണ് ഇവിടെ സംരക്ഷിക്കപ്പെടാൻ പോകുന്നത്. ആ ഒരു തിരിച്ചറിവിലൂടെ മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജൂൺ 8-ന് ലോകമാകമാനമുള്ള മത്സ്യത്തൊഴിലാളികള് കടലിന്റെ തുടിപ്പ് നിലനിർത്തുവാനുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ദിനത്തിലെ മുഴുവൻ പേർക്കും സമുദ്രദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമുദ്രജലത്തിൻ്റെ ഘടന അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തു, അതുമായിട്ട് ചേർന്ന് വന്നുകൊണ്ടാണ് അവിടുത്തെ ജീവജാലങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ജൈവ വൈവിധ്യത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്ന ആ ചുറ്റുപാടിൻ്റെ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ചൂട് കൂടിയപ്പോൾ ആ ചൂട് അങ്ങോട്ട് ചേർന്ന് പോകാത്ത ജീവജാലകൾ അവിടുന്ന് പലായനം ചെയ്യുന്നു. അതുപോലെ ആ കൂടിയ ചൂട് താല്പര്യമുള്ള ജീവികൾ അങ്ങോട്ട് വരുന്നു. ലവണത, സലൈനിറ്റി 4% 50 വർഷം കൊണ്ട് കൂടിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഓക്സിജൻ കുറഞ്ഞു, 2% കുറഞ്ഞെന്നാണ് പഠനങ്ങൾ പറയുന്നത്. pH കുറഞ്ഞു, അമ്ലാവസ്ഥ, ആസിഡിഫിക്കേഷൻ കൂടുകയാണ്. ആസിഡിഫിക്കേഷൻ കൂടുമ്പോൾ പല ജീവജാലങ്ങൾക്കും അവയുടെ സ്കെലിറ്റൻ, അവയുടെ ഷെൽസ്, ഇതിൻ്റെയൊക്കെ വളർച്ചയെ അത് ബാധിക്കും. ആ ജീവജാലങ്ങളുടെ പ്ലവങ്ങളായിക്കോട്ടെ, മത്സ്യങ്ങളായിക്കോട്ടെ, ഷെല്ലുള്ള ജീവികളായിക്കോട്ടെ, ഇതെല്ലാം താപനം കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ആ സമുദ്രജലത്തിൻ്റെ ഘടനയ്ക്ക് വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് അതിന് സഹിക്കാവുന്നതിലധികമാകും. ഒന്നില്ലെങ്കിൽ അത് അവിടുന്ന് പോകണം, അല്ലെങ്കിൽ അത് നശിക്കണം. ഇതാണിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജൈവ വൈവിധ്യത്തെ ഇത് ബാധിക്കും. ജൈവ വൈവിധ്യത്തെ ബാധിച്ചാൽ തീർച്ചയായിട്ടും അത് മത്സ്യസമ്പത്തിനെയാണ് ബാധിക്കുന്നത്. മത്സ്യസമ്പത്തിനെ ബാധിച്ചാൽ അത് ഭക്ഷ്യസുരക്ഷയാണ് ബാധിക്കുന്നത്. അത് തീരപ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കുമുള്ള ഒരു വാണിംഗാണത്. ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുക, തീരദേശവാസികളുടെ ഉപജീവനത്തെയാണ് ബാധിക്കുക. അതൊരു വശത്ത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ സമുദ്രത്തിൻ്റെ പല ഭാഗങ്ങളിലും ചൂട് തരംഗങ്ങൾ, ഒരു വലിയ പ്രദേശം മുഴുവൻ ചൂട് കൂടുന്ന ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുക. കരയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഹീറ്റ് ഐലൻഡ്സ് എന്ന് കേട്ടിട്ടുണ്ട്. അതൊരു ചെറിയ പ്രദേശത്തേക്കുള്ളതാണ്. സമുദ്രത്തിൽ ചൂട് തരംഗങ്ങൾ വളരെ വലിയ മേഖലകളിലാണ്. അതൊരു പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെ മൊത്തം മാറ്റിമറിക്കുകയാണ്. ആ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ആഗോളതാപനം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു ദുരിതം അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് കടലിൻ്റെ ജലവിധാനത്തിൻ്റെ ഉയർച്ചയാണ്. കടലിൻ്റെ ജലവിധാനം ഉയർന്നു കഴിഞ്ഞാൽ തീരത്ത് കടൽ കയറുന്ന സ്ഥലം കൂടുതൽ സ്ഥലങ്ങളിലോട്ട്, കൂടുതൽ കരയിലേക്ക് കയറുന്ന ഒരു രീതിയാണ് വരുന്നത്. ജലവിധാനം ഉയർന്നു കഴിഞ്ഞാൽ ആ ഉയർന്ന ജലവിധാനത്തിലാണ് പിന്നെ തിരമാലകൾ അടിക്കുന്നത്. അത് കടലിലോട്ട്, കരയിലോട്ട് കൂടുതൽ കയറുന്ന വളരെ കൂടുതൽ കയറുന്ന ഒരു രീതിയാണ്.
അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ കണ്ട ഈ തീവ്ര കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുന്നത്. ചുഴലിക്കാറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ കാറ്റിൻ്റെ വേഗത വർദ്ധിക്കും, തിരമാലകളുടെ ശക്തി വർദ്ധിക്കും, ഉയരം വർദ്ധിക്കും, തിരമാലകളുടെ ദിശയ്ക്ക് മാറ്റം വരും, കടലിലെ ഒഴുക്കിന് മാറ്റം വരും, കടലോര ധാരകൾക്ക് മാറ്റം വരും. ഇതെല്ലാം തീരത്തിൻ്റെ സന്തുലിതാവസ്ഥയാണ് ബാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കടൽ കയറുന്നു, കൂടുതൽ കയറുമ്പം കരയിൽ അവിടെ താമസിക്കുന്നവരുടെ വീടും വസ്തുക്കളും എല്ലാം അപകടത്തിലാകും. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി കടലാക്രമണത്തിൽ നിന്ന്, കടലേറ്റത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി പണിതിട്ടുള്ള കടൽ ഭിത്തികളും പുലിമുട്ടുകളും നിഷ്ഫലമാകാൻ പോവുകയാണ്. ഉയരുന്ന ജലവിധാനത്തിന്, ഉയരുന്ന തിരമാലകൾക്ക്, വർദ്ധിച്ച കാറ്റിൻ്റെ സ്പീഡിന് പിടിച്ചു നിൽക്കാൻ മേലാത്ത അവസ്ഥയിലോട്ട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി പണിതിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തകർന്നു പോകാൻ പോവുകയാണ്. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മുടെ തീരത്തിന് ഏറ്റവും കൂടുതൽ സുരക്ഷ കൊടുത്തിരുന്നത് മണൽ തീരമായിരുന്നു. 590 കിലോമീറ്റർ നീളമുള്ള കേരളത്തിൻ്റെ 540 കിലോമീറ്ററും സമൃദ്ധമായ മണൽ തീരമായിരുന്നു. ആ മണൽ തീരമാണ് നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും ഇല്ലാതാക്കിയത്. പല കാരണങ്ങളുണ്ട്. മണൽ വാരൽ, വ്യാവസായിക ആവശ്യത്തിന് മണൽ വാരുന്നു, ഓരോ പൊഴികളിൽ നിന്ന് മണൽ വാരിക്കൊണ്ടു പോകുന്നു. മത്സ്യബന്ധനം തുറമുഖങ്ങൾ പണിതപ്പം ഒരു വശത്ത് അടിഞ്ഞുകൂടിയ മണൽ മുഴുവൻ വാരിക്കൊണ്ടു പോകുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കര വെക്കും. ആ കര വെക്കുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കാതെ, ആ മണൽ മറ്റൊരവസരത്തിൽ തീരത്തിന് ആവശ്യമുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മളവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതിനെ നമ്മൾ പിടിച്ചു കൂട്ടിയിടുന്നു. മണൽ കൂനകൾ കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലും വലിയ മണൽ കൂനകളുണ്ടായിരുന്നു. ആ മണൽ കൂനകൾ പലതും നമ്മൾ വാരിയെടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ അവിടെ നമ്മൾ കയ്യേറി അവിടെ റോഡ് പണിതു. ഇങ്ങനെ പല തരത്തിൽ നമ്മൾ നമ്മുടെ മണൽ തീരങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് കണ്ടൽക്കാടുകൾ പോലുള്ള ആവാസ വ്യവസ്ഥകളെ നശിപ്പിക്കുന്നത്. കടൽ പുല്ലുകൾ, ഇതിനെ നമ്മൾ ഇല്ലാതാക്കും. ഇതിനെയൊക്കെ നമ്മൾ ഒരു തിരിച്ചറിവിലൂടെ വന്ന് ഇതിനെയൊക്കെ നമ്മൾ ഇല്ലാതാക്കുന്ന പ്രവർത്തികളൊക്കെ നമ്മൾ നിയന്ത്രിച്ചാലേ ഈ സുരക്ഷാ കവചം നമുക്ക് നിലനിർത്താൻ പറ്റും. ഇത് നിലനിർത്തിയെങ്കിൽ മാത്രമേ ആവാസ വ്യവസ്ഥകളെയും തനതായ ഭൂപ്രകൃതിയെയും സ്ഥലരൂപങ്ങളെയും നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, ഭാവിയിൽ അപകടമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാലാവസ്ഥ വ്യതിയാനത്തെ നമുക്ക് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ വിചാരിച്ചാലോ ഒരു സമൂഹം വിചാരിച്ചാലോ നടക്കുന്നില്ല. പക്ഷെ ആ പ്രയത്നത്തിൽ, ആഗോളതലത്തിൽ നടക്കുന്ന ആ പ്രയത്നത്തിൽ നമുക്ക് പങ്കാളികളാകാം. നമ്മുടെ തീരത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മൾ വേണ്ടെന്ന് വെക്കണം. ഓരോ മത്സ്യഗ്രാമങ്ങളിലും ആസൂത്രിതമായ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എല്ലാ സുരക്ഷയും ഒരുക്കിക്കൊണ്ട് ഉപജീവനത്തിലുള്ള എല്ലാ മാർഗങ്ങളും തടസ്സം കൂടാതെ നടത്താനായിട്ടുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് ആവശ്യത്തിന് തുറസായ ഇടങ്ങൾ, പൊതു ഇടങ്ങൾ കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള അധിവാസ കേന്ദ്രങ്ങൾ തീരദേശവാസികൾക്ക് വേണ്ടി നിർമ്മിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആവശ്യം. നമുക്കറിയാം, ഇപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന തീരപ്രദേശത്ത് നടക്കുകയാണ്. അട്ടിയടുക്കി കിടക്കുന്ന വീടുകൾ, മാർക്കറ്റുകളിൽ, ഫിഷ് മാർക്കറ്റുകൾ, അവിടെ ആൾക്കൂട്ടം കൂടി എന്നുള്ളത്. അപ്പം പൊതു ഇടങ്ങളാണ് നമുക്ക് വേണ്ടത്. ആ പൊതു ഇടങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള അധിവാസ കേന്ദ്രം, കടലിൽ നിന്ന് വരുന്ന എല്ലാ അപകടങ്ങളെയും കണക്കിലെടുത്തുകൊണ്ടുള്ള അധിവാസ കേന്ദ്രം, അവരുടെ ഉപജീവന മാർഗത്തിനുള്ള ഒരു തടസ്സവുമില്ലാതെ. ഒരു കാലത്ത് തീരം എന്ന് പറയുന്ന മണൽ തീരം എന്ന് പറഞ്ഞ് തീരദേശവാസികളുടെ ഏറ്റവും വലിയ ആസ്തിയായിരുന്നു. എല്ലാ കാര്യങ്ങളും, അവരുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ മണൽ തീരമായിരുന്നു. അതിനെ നിലനിർത്തിക്കൊണ്ട് ഇല്ലാത്തടത്ത് അതിനെ എങ്ങനെ പുനഃസൃഷ്ടിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് ഇനി കൂടുതൽ പോകാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതെ നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയും സ്ഥലരൂപങ്ങളെയും കടൽക്കാടുകൾ ഉൾപ്പെടെയുള്ള കടൽപ്പുല്ലുകൾ ഉൾപ്പെടെയുള്ള സാൻഡ് ഡ്യൂൺസ്, മണൽക്കൂനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലരൂപങ്ങളെയും നിലനിർത്തിക്കൊണ്ട്
തീര മണലിൻ്റെ വിന്യാസത്തെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താതെ അത് നഷ്ടപ്പെടാൻ അനുവദിക്കാതെ, നമുക്കറിയാം നദികളിൽ നിന്നുള്ള ഇതെല്ലാം എന്നോ നിന്നുപോയി. അതിനൊക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇനിയുള്ളതെങ്കിലും പോകാതെ ഇനിയുള്ളതിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ തീരത്തെ സംരക്ഷിക്കുകയും അങ്ങനെ ആഗോളതാപനം കൊണ്ടുണ്ടായിട്ടുള്ള അപകടങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ലഘൂകരിക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകണം. അത് നമുക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കുന്ന ഈ വെബിനാറിൽ വളരെ ശ്രദ്ധേയമായ 2 പ്രബന്ധങ്ങളാണ് നമ്മുടെ ഗവേഷക പ്രതിഭകളായ ഡോക്ടർ KV തോമസും ഡോക്ടർ താരയും അവതരിപ്പിച്ചത്. നമ്മുടെ സമുദ്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥാവിശേഷങ്ങളും അതിൽ ഉണ്ടായിട്ടുള്ള ദുരവസ്ഥകളും അവ നേരിടുന്ന പ്രശ്നങ്ങളും എങ്ങനെയാണ് അവയെ നേരിടേണ്ടതെന്ന നിർദ്ദേശങ്ങളും അടങ്ങുന്ന ഈ പ്രബന്ധങ്ങൾ എന്തുകൊണ്ടും ചിന്തനീയമാണ്. അവരെ ഞാൻ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അനുമോദി. ഈ വേളയിൽ ഭരണപരമായ ചില നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില കൂട്ടിച്ചേർക്കലുകളെന്ന് വേണമെങ്കിൽ പറയാം. നാം പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഈ പരിതഃസ്ഥിതി എന്ന് സംസ്കൃതത്തിൽ പറയുന്ന പോലെ ചുറ്റും കാണുന്ന ഒരു സ്ഥിതി എന്നുള്ള രീതിയിൽ നമുക്ക് സമുദ്ര പരിസ്ഥിതിയെ കാണുവാൻ കഴിയും. സമുദ്രത്തിൻ്റെ പരിസ്ഥിതി എന്ന് നാം സൂചിപ്പിക്കുന്നെങ്കിൽ അതൊരു കടൽ സ്ഥിതിയാണ്, സമുദ്രസ്ഥിതിയാണ്. കടലിൻ്റെ ഒരു പ്രത്യേക സമഗ്രമായ ഒരു സ്ഥിതിവിശേഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സമഗ്രമായ ഒരു സമീപനം അതിലേക്ക് ആവശ്യമായി വരും. അവയെ നമുക്ക് കടൽ സ്ഥിതി എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമ്മളെപ്പോഴും പറയാറുണ്ട് കടലാക്രമണം ഉണ്ടാകുന്നു, ക്രമം തെറ്റിയ കടലേറ്റവും കടൽ ഇറക്കവും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കടൽ ജലനിരപ്പ് ഉയരുന്നു, കടലിൽ താപനമുണ്ടാകുന്നു, മത്സ്യസമ്പത്തിൻ്റെ നാശമുണ്ടാകുന്നു, അത് മത്സ്യസമ്പത്ത് കിട്ടുന്നതിൽ അതിൻ്റെ ലഭ്യതയിൽ കുറവുണ്ടാകുന്നു, വിവിധയിനം മത്സ്യങ്ങളുടെ ലഭ്യതയിൽ ക്രമം തെറ്റിയ മുറ തെറ്റിയ ലഭ്യതയില്ലായ്മയും ഉണ്ടാകുന്നു. പല പ്രതിഭാസങ്ങളും പ്രാദേശികവും മൊത്തത്തിലുള്ളതുമായ പല പ്രതിഭാസങ്ങളും ഇല്ലാതാകുന്നു. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നാം കാണേണ്ടതുണ്ട്. കടലിൻ്റെ ജലത്തിനുണ്ടാകുന്ന സ്ഥിതി, കടലിൻ്റെ അടിത്തട്ടിനുണ്ടാകുന്ന സ്ഥിതി, കടലിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന പർവ്വതനിരകൾ പോലെയുള്ള പാറകൾക്കുണ്ടാകുന്ന സ്ഥിതി, ഇവയിലൊക്കെ വളരെ വ്യത്യാസമുണ്ടായിരിക്കുന്നു. എല്ലാറ്റിലും ഉപരി കടൽ മത്സ്യസമ്പത്തെന്ന് ഞാൻ പറയുമ്പോൾ മത്സ്യത്തിൻ്റെ ഇനത്തിൽപ്പെടാത്ത ചെമ്മീനായാലും കണവയായാലും കക്കയായാലും ശംഖായാലും ഒക്കെ ഒരുപാട് മത്സ്യ ഇനങ്ങളും അല്ലെങ്കിൽ ജീവജാലങ്ങളും കടലിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവയുടെ ഒക്കെ ലഭ്യതയിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ധാരാളം ഗവേഷണ പ്രബന്ധങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും ഇവയൊക്കെ സമഗ്രമായി ഒരുമിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായ പഠനം ഇനിയും ആവശ്യമായിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു കൂട്ടിച്ചേർത്തുള്ള എല്ലാവരും കൂടി തലയിട്ട് ഒരുമിച്ച് നിന്നുള്ള ഒരു പഠന പ്രക്രിയ ആവശ്യമായിരിക്കുന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ മുന്നോട്ടുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ ഒരു പരിപാടി നമുക്കുണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു കാഴ്ചപ്പാട് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു സമഗ്ര സമീപനം ആവശ്യമായിരിക്കും. കാരണം പല രീതിയിൽ ഇന്നേവരെ ഉണ്ടായിട്ടുള്ള വികസന പരിപാടികളായാലും പ്രക്രിയകളായാലും, ഉദാഹരണത്തിന് നമ്മൾ കടൽ തീരങ്ങളിൽ ധാരാളം കല്ലിടുന്നു, പുലിമുട്ടുകൾ നിർമ്മിക്കുന്നു, കടലാക്രമണം തടയുന്നതിന് വേണ്ടി പുതിയ പരിപാടികൾ ആവിഷ്കരിക്കുന്നു. കടലാക്രമണ ഭീതിയാൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് അവരെ ഈ കടൽ തീരവാസികളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ ഒരു 10-30 വർഷമായി നാം കടൽ തീരദേശത്ത് തീരസംരക്ഷണത്തിന് വേണ്ടി, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി, കടൽ തീര പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നടപ്പിലാക്കിയ ഒരു കേന്ദ്ര നിയമമുണ്ട്, CRZ എന്ന് പറയുന്നത്, തീരദേശ നിയന്ത്രണ നിയമം. എത്ര 10, 25, 30ഓളം ഭേദഗതികൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും കടൽ സംരക്ഷണം, കടൽ സ്ഥിതി സംരക്ഷണം എത്രത്തോളം നമുക്ക് വിജയിക്കുവാനാകും എന്ന് എനിക്ക് നല്ല വിശ്വാസമില്ല. നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രമങ്ങളും കൂടുതൽ വിലയിരുത്തലുകളും ആവശ്യമായിരിക്കുന്നു. പഴയ പദ്ധതികളുടെ പുനരാവിഷ്കരണം അല്ലെങ്കിൽ പുതിയ പദ്ധതികളെ കൊണ്ടുവന്ന് യാതൊരു പഠനവുമില്ലാതെ ആവിഷ്കരിക്കുക, ഇത്തരം കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. ഈ ലോക സമുദ്ര ദിനത്തിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടതുണ്ട്. മത്സ്യമേഖലയുടെ ഭരണ സംവിധാനത്തിൽ ഉണ്ടാവേണ്ട ഒരുപാട്
നിയമനിർമ്മാണങ്ങൾ, നയങ്ങൾ മാത്രമല്ല നിയമനിർമ്മാണങ്ങൾ. ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളെ പോലെ കടലിൽ ഏതാണ്ട് 200 നോട്ടിക്കൽ മൈൽ ദൂരം, 360 കിലോമീറ്ററോളം ദൂരം വരെ വരുന്ന കടൽ സ്വന്തമായിട്ടുണ്ട്. തനത് സാമ്പത്തിക മേഖലയാണ് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ. മറ്റു പല വികസിത രാജ്യങ്ങളും അതൊക്കെ നീട്ടി 400 കിലോമീറ്റർ വരെയാക്കി. നാം ഇപ്പോഴും 200 കിലോമീറ്ററിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഈ 200 നോട്ടിക്കൽ മൈൽ, കിലോമീറ്റർ അല്ല, നോട്ടിക്കൽ മൈൽ ദൂരം, 360 കിലോമീറ്റർ വരുന്ന ഈ ദൂരത്ത് വെറും 12 നോട്ടിക്കൽ മൈൽ നമ്മുടെ ടെറിട്ടോറിയൽ ലിമിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് മാത്രമേ സംസ്ഥാന സർക്കാരിന് ഭരണാവകാശമുള്ളൂ. ഫിഷറീസ് ഭരണാവകാശം, മറ്റു ഭരണാവകാശമല്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും നിയന്ത്രണങ്ങളോ നിരോധനങ്ങളോ സ്ഥിതി പരിരക്ഷണമോ സംരക്ഷണമോ ഒക്കെ ആവശ്യമാണെങ്കിൽ സംസ്ഥാനത്തിന് മാത്രം നടത്താൻ പറ്റില്ല. ഒന്നുകിൽ സംസ്ഥാനത്തിൻ്റെ ആ പരിധി കുറേയധികം ഉള്ളിലേക്ക് നീട്ടണം, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ വരെ പോകുവാനും മത്സ്യബന്ധനം നടത്തുവാനും ഒക്കെയുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നയങ്ങളും നിയമങ്ങളും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരിക്കുന്ന നിയമങ്ങളുടെ അഭാവം വളരെ വലുതാണ്, നിയമങ്ങളുടെ കുറവ് വളരെ വലുതാണ്. നമുക്ക് ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, നമ്മുടെ സംസ്ഥാന നിയമസഭകളുണ്ട്. ഇവിടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ട്. ആഗോളാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ UN, ഐക്യരാഷ്ട്രസഭ പോലെയുള്ള FAO പോലെയുള്ള സംഘടനകൾ നമുക്ക് നൽകിയിട്ടുള്ള ഒത്തിരി നിർദ്ദേശങ്ങളുണ്ട്. മത്സ്യബന്ധന നിയന്ത്രണങ്ങളെക്കുറിച്ച്, മത്സ്യ ഉപജീവന സംരക്ഷണത്തെക്കുറിച്ച്, തൊഴിലാളി സംരക്ഷണത്തെക്കുറിച്ച് ഒക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ. ഈ നിയന്ത്രണങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചർച്ചകൾ ഒന്നും തന്നെ നാം കാണുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ലോക സമുദ്ര ദിനാചരണത്തിൻ്റെ ഭാഗമായി ഇന്ന് നടന്ന ഈ ചർച്ചയിൽ ഡോക്ടർ KV തോമസും അതുപോലെ ശ്രീമതി KG താരയും അവതരിപ്പിച്ച കാര്യങ്ങൾ വളരെ പ്രധാനവും വളരെ പ്രസക്തവുമാണ് എന്ന കാര്യത്തിൽ ഞാനും യോജിക്കുന്നു. ഇന്ന് നമ്മുടെ ലോകത്തെ സമുദ്രങ്ങൾ നേരിടുന്ന പാരിസ്ഥിതികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ, കാലാവസ്ഥാപരമായിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇവയൊക്കെ, അതോടൊപ്പം ഇത്തരം മാറ്റങ്ങളോട് നമ്മൾ തീരദേശത്ത് വസിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് കണക്കിലെടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതേസമയം എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുവാനുള്ളത്, നമ്മുടെ ഈ സമുദ്രങ്ങൾക്ക് സംഭവിച്ച ഈ വളരെ പരിതാപകരമായിട്ടുള്ള ഈ അവസ്ഥ നമ്മുടെ സമുദ്രങ്ങൾക്കും സമുദ്രങ്ങളിലെ ജീവജാലങ്ങൾക്കും സമ്പത്തിനും ഒക്കെ തന്നെ സംഭവിച്ച ഈ തകർച്ച കഴിഞ്ഞ 50-60 വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതലുണ്ടായത്. നമ്മുടെ ഇന്നത്തെ ഈ ഞാൻ ഉൾപ്പെടുന്ന തലമുറ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തന്നെയാണ് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ. അതിനു മുമ്പ് ഈ നമ്മുടെ ഒരു സമുദ്രത്തിലും ഇത്രയേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളില്ലായിരുന്നു. ഇപ്പോൾ മനുഷ്യകുലത്തിന് തന്നെ അപകടകരമായ വിധത്തിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രത്തിൽ കുമിഞ്ഞ് കൂടിയിരിക്കുകയാണ്. ഇത് ഭൂമിയിലെ ഓക്സിജൻ ലഭ്യതയെ പോലും ബാധിക്കുന്ന അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് ചെന്നെത്തിയിരിക്കുന്നത്. അതോടൊപ്പം ജീവസന്ധാരണത്തിനായി ഉപജീവനത്തിനായി ഈ സമുദ്രങ്ങളെ ആശ്രയിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും നിരവധി. ഈ സാഹചര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മൾ കഴിഞ്ഞ 10-60 വർഷങ്ങളായി തുടർന്നു പോകുന്ന തെറ്റായിട്ടുള്ള വികസന നയങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ തുടരുന്നത്. അതിന് ഒരു മാറ്റവും വരുത്തുവാൻ നമ്മുടെ ഭരണാധികാരികളോ ബഹുജനങ്ങൾ തന്നെ അതിനുവേണ്ടിയുള്ള ആവശ്യം ശക്തമായി ഉന്നയിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് നമ്മുടെ വലിയൊരു പ്രശ്നം. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ പോലും നമ്മുടെ പ്രധാനമന്ത്രി മത്സ്യമേഖലയ്ക്കായി സമുദ്രവുമായി ബന്ധപ്പെട്ട മത്സ്യമേഖല ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ പദ്ധതികൾ പരിശോധിച്ചാൽ 20,000 കോടി രൂപയുടെ പദ്ധതികളാണ്. അതിൽ പകുതിയോളം 9,000 കോടി രൂപ ഹാർബറുകൾ നിർമ്മിക്കുവാനും മത്സ്യബന്ധന ഉരുക്കൾ പുതുതായി ഇറക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഹാർബറുകൾക്ക്
കൃത്രിമ ഹാർബറുകൾ നിർമ്മിച്ചതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ തീരത്ത് വസിക്കുന്ന ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീരശോഷണം, ഏറ്റവും പ്രകൃതിദത്തമായി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമ്മുടെ മണൽ തീരങ്ങളെ ഇല്ലാതാക്കിയതും ഈ തെറ്റായ വികസന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അത് നമ്മൾ വീണ്ടും തുടരുകയാണ്. ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതിയിലും അത് തന്നെയാണ്. അതുപോലെ മത്സ്യ ഉൽപ്പാദനം ഇരട്ടിയാക്കും, മത്സ്യ കയറ്റുമതി ഇരട്ടിയാക്കും. ഇതൊക്കെ പുതിയ പ്രഖ്യാപനങ്ങളാണ്. കഴിഞ്ഞ 50-60 വർഷമായി ഈ പ്രഖ്യാപനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. ഇത്തരത്തിലുള്ള ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ, അതുപോലെ കയറ്റുമതി ഇരട്ടിയാക്കാൻ. അങ്ങനെ ഉൽപ്പാദനം ഇരട്ടിയാക്കാനുള്ള മത്സ്യസമ്പത്തൊന്നും നമ്മുടെ കടലിലില്ല. നമ്മൾ ഉള്ള മത്സ്യസമ്പത്തിനെ പരിപാലിക്കുന്നേയില്ല. ഉള്ള മത്സ്യസമ്പത്തിനെ നശിപ്പിച്ചിട്ടാണ് നമ്മൾ ഇരട്ടിയാക്കുന്നത് ഉൽപ്പാദനം ഇങ്ങനെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഇരട്ടിയാക്കിയാൽ, അതിനുവേണ്ടി കൂടുതൽ യന്ത്രവൽകൃത ഉരുക്കൾ കടലിലേക്ക് ഇറക്കിയാൽ മത്സ്യസമ്പത്ത് കൂടുതൽ നാശത്തിലേക്ക് പോകും. കൂടുതൽ സംഘർഷങ്ങളും ഉണ്ടാകും മത്സ്യത്തൊഴിലാളികൾ തമ്മിൽ. കുറഞ്ഞു വരുന്ന മത്സ്യസമ്പത്തിനെ പിടിക്കാനായി കൂടുതൽ ഊർജവും കൂടുതൽ ശക്തിയും കൂടുതൽ ശക്തമായിട്ടുള്ള ഉരുക്കളുമൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ അപകടകരമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ആവശ്യം. നമുക്ക് നമ്മുടെ സമുദ്രത്തെ പരിപാലിച്ചുകൊണ്ട് മാത്രമേ, അല്ലാതെ നമ്മുടെ സമുദ്രത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടല്ല, കൂടുതൽ ഉൽപ്പാദനകരമായിട്ടുള്ള ഇടപെടലുകളോ നിർമ്മാണപരമായ ഇടപെടലുകളോ നടത്തിക്കൊണ്ടല്ല, മറിച്ച് പരിപാലിക്കാനുള്ള ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഇന്ന് വേണ്ടത്. ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള സാഗർമാല പദ്ധതി. അതും ഈ കടലിനെയും കടൽ തീരങ്ങളെയും നശിപ്പിക്കാൻ പോകുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക, അതിൻ്റെ ആ കാര്യങ്ങളിൽ ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനത്തിന് ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുക, അതിനായി സമ്മർദ്ദം ചെലുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ലോക സമുദ്ര ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ അതിനുവേണ്ടിയുള്ള കർമ്മ പരിപാടികളാണ് ആവിഷ്കരിക്കേണ്ടത്. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. I'm presenting a brief summary of the discussion that took place in the technical session. We had two lead speakers, Dr. K.V. Thomas, retired scientist from the Center for Earth Science Studies in Trivandrum, and Dr. Tara, who has worked for many years in disaster management in Kerala. Dr. K.V. Thomas talked about the various scientific aspects of climate change and the oceans. He mentioned some of the very important impacts of climate change on the oceans. The phenomenon of global warming is also warming up the oceans. This in turn produces a number of negative effects, one of them being the increase in sea level, and the other being the change in climate patterns, which is producing an increasing number of cyclones and storms. He also talked about the importance of oceans in absorbing the carbon dioxide from our atmosphere and regulating the carbon dioxide percentage in the atmosphere. However, with the increasing absorption of carbon dioxide as a result of growing global pollution, the ocean is also getting acidic. Its ability to absorb more carbon dioxide is also being compromised. This acidity is affecting the life forms in the sea. So we are having negative effects on biodiversity, and this obviously affects the
fish resources in the sea. Dr. Tara spoke about the various services provided by the ocean. She also talked about the negative impacts on the livelihoods of the fishermen as a result of climate change. In particular, she talked about the problems fishermen face due to the increasing cyclones and storms. And increasingly, the problem is also one of warnings that have escalated, weather warnings that have escalated, and fishermen are not allowed to go to sea whenever there's a warning. And many a time, nothing much happens after the warning, and the predicted event does not happen. So fishermen loss of livelihood is increasing, and she was very particular that there should be some measures taken to alleviate this. One of the important points she made was the need to increase investment in science and technology, particularly in weather prediction, so that the accuracy of the weather prediction can be improved. She also sought compensations for loss of livelihood and also investment in alternative livelihoods for the fishing community. The importance of improving the fishermen housings and making the houses on the coast resistant to multiple disasters, different types of disasters, earthquakes and cyclones, for instance, as a very important measure that was required to face the climate change impacts. After the lead speakers, we had a panel of 3 speakers who responded to the views of the lead speakers and also contributed their own ideas. Dr. Sanjeeva Ghosh, Additional Director of Fisheries, retired from the Government of Kerala, focused closely on the impacts on marine fish resources. So he said that a lot more study is required, and there has been no systematic study to look at the changes in the fisheries of Kerala as a result of climate change. Sri Ravindran Nair, retired Joint Director of Fisheries and a close associate of the KSMTF, raised some important questions. He wanted to know whether the various policies of the government, including the marine fisheries policy, the policy of the blue economy, blue revolution, etc., whether they were in line with climate change impacts, whether they took in account climate change impacts. He also questioned whether the fishermen associations were themselves ready to take steps and sacrifice and make sacrifices to protect the fish resources. Sri A.J. Vijayan, independent researcher and activist, talked about the negative impacts on the coast as a result of our various development programs, especially in the fisheries itself. The number of fishing harbors, for instance, have changed the coastline. The various seawalls and structures that have come up on the coastline have also degraded our coast. He talked about the policies that led to climate change are still being pursued and with greater vigor. So we are not learning from our past history, and we are heading for a very serious crisis. After this panel discussion, the floor was open for public discussion. The fishermen leaders present made a series of interventions. All of them bemoaned the decrease of fish resource due to overfishing. And in turn, they blamed this on the overcapacity in the fisheries sector, with a complete lack of control over
the fleet strength and the unit size and unit capacity. So this was considered as a very serious matter. In some ways, it is important to recognize that rather than focus on climate change itself, they were talking about the poor fisheries management. And this is very important in my view, as good fisheries management is relevant irrespective of whether there is climate change or not. And as we all understand and appreciate, climate change, while bringing new negative impacts, significantly aggravates all the existing problems. So good governance in fisheries is an absolute must. So we had a very good discussion, good presentations, and overall, I think this webinar helped to focus attention on some crucial environmental impacts, crucial environmental issues facing the fisheries sector. And the fishermen leaders have taken these points to their heart and have demanded greater discussion on these ideas. So I conclude by commending the KSMTFs for this very important initiative of educating their own leaders and to develop a new set of agenda which will protect the fisheries sector and the fishing community on the shore from the vagaries of climate change. Thank you.